34 വർഷം പിതാവിനെ MLA ആക്കി നിലമ്പൂറുകാർ മകനെയും കൈവിട്ടില്ല. കേരളക്കര ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 10,000-ലേറെ വോട്ടുകൾക്കാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന നിലമ്പൂരുകാരുടെ ബാപ്പുട്ടി വിജയിച്ചത്. 9 വർഷക്കാലം LDF-നൊപ്പം നിന്ന മണ്ണാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിനും UDF-നും വേണ്ടി തിരിച്ചുപിടിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുണ്ടായിരുന്ന എല്ലാ വിവാദങ്ങൾക്കും ഇതോടെ മറുപടിയായിരിക്കുകയാണ്. കേരളം ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു നിലമ്പൂരിലേത്. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരടക്കം തമ്പടിച്ചു നടത്തിയ പ്രചാരണം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന PV അൻവർ രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. കഴിഞ്ഞ മെയ് 25-നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-നായിരിക്കണമെന്ന് പ്രഖ്യാപിക്കുന്നത്. അടുത്ത ദിവസം വൈകിട്ടോടെ ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥിയെന്ന് KPCCയുടെ പ്രഖ്യാപനവും എത്തിയപ്പോൾ UDF ക്യാമ്പുണർന്നു. അടുത്ത ദിവസം മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ LDF M സ്വരാജിനെയും BJP അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയും അവരുടെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. അപ്രതീക്ഷിതമായി PV അൻവറും മത്സരരംഗത്ത് വന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ കൊഴുപ്പിച്ചിരുന്നു. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളടക്കം 10 പേരായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. 73.26% എന്ന പോളിംഗ് കണക്ക് ആർക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലുകൾ എല്ലാ മുന്നണികളെയും അസ്വസ്ഥരാക്കി. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം നിലമ്പൂറുകാർ എന്ന പ്രത്യേകതയും ഈ ഉപതെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കി. അതുകൊണ്ട് തന്നെ ഓരോ ബൂത്തുകൾ പോലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കി. കൈമേയ് മറന്നു നടത്തിയ പ്രചാരണത്തിനും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ശേഷം നിലമ്പൂരിന്റെ നായകനായിരുന്നുള്ളതിന്റെ ഉത്തരമായി. നിലമ്പൂരിലേത് കേവലം 10 മാസത്തേക്കുള്ള പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന ഫലം മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഫലമാണെന്ന് കൂടി കരുതണം. 2016-ൽ PV അൻവറിനോട് നിലമ്പൂരിൽ പരാജയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് അൻവർ ഒഴിഞ്ഞ അതേ സീറ്റിലേക്ക് മത്സരിച്ച് കന്നി അംഗമായി നിയമസഭയിലെത്തിയിരിക്കുകയാണ്. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ ശക്തമായ പ്രതിരോധമാണ് CPM-നും LDF-നും കൊടുത്തത്. LDF-ന്റെ മിക്ക വോട്ടുകളും കൈക്കലാക്കാൻ അൻവറിന് സാധിച്ചപ്പോൾ അൻവറും നിലമ്പൂർ ജനതയും പറഞ്ഞു വെക്കുകയാണ് ഭരണവിരുദ്ധ വികാരമെന്നത്. LDF-ന്റെ കോട്ടയായിരുന്ന ബൂത്തുകളിൽ പോലും സ്വരാജിന് മുന്നേറാൻ സാധിച്ചില്ല. NDAയ്ക്കാകട്ടെ വോട്ട് ഉയർത്താനോ പ്രതിരോധം സൃഷ്ടിക്കാനോ കഴിഞ്ഞിട്ടില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി LDF-ന്റെ ഭാവി എന്ത് എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നു.